Hello, dear students. Welcome to Phoenix Technos. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിലബസിലെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ കോൺസെപ്ഷ്യൽ ട്രിക്നെസ് ഉള്ള അല്ലെങ്കിൽ എപ്പോഴും ഡൗട്ട്സ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ്: ദ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവേഴ്സ് ഓഫ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആർ 60 watt and 80 volt ampere reactance. 80 volt ampere reactance ആണ് റിയാക്റ്റീവ് പവർ. 60 watt ആണെന്ത് ആക്റ്റീവ് പവർ. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ ആണ് ആക്റ്റീവ് പവർ, ട്രൂ പവർ, അതുപോലെ അപ്പാരന്റ് പവർ ഓഫ് ആൻ എ സി സർക്യൂട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് നോർമലി പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നെങ്കിൽ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അപ്പാരന്റ് പവർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആ ട്രൂ പവറും അതുപോലെ ആക്റ്റീവ് പവറും അതിന്റെ കൂടെ അപ്പാരന്റ് പവറും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇതൊരു എ സി സർക്യൂട്ടുമായിട്ട് റിലേറ്റഡ് ആണ് ഈ മൂന്ന് ക്വാണ്ടിറ്റീസും. അറിഞ്ഞിരിക്കുക, ഒരു എ സി സർക്യൂട്ടില് ഇൻഡക്ടറും അതുപോലെ കപ്പാസിറ്ററും ഉണ്ടെങ്കിൽ, ഒരു എ സി സർക്യൂട്ടില് ഇൻഡക്ടറും കപ്പാസിറ്ററും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഡക്ടറും കപ്പാസിറ്ററും നോർമലി എനർജി സ്റ്റോറേജ് എലമെന്റ് ആണ്. ഒരു ഇൻഡക്ടർ ഒരു സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന എനർജി അതിന്റെ മാഗ്നറ്റിക് ഫീൽഡില് മാഗ്നറ്റോസ്റ്റാറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. സിമിലർലി ഒരു കപ്പാസിറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താല് സോഴ്സിൽ നിന്നുള്ള എനർജി അത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡില് എനർജി ആയിട്ട് എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. ഈ രണ്ട് ഡിവൈസും, ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും, ഇൻ ദ ആബ്സെൻസ് ഓഫ് സോഴ്സ് ഇല്ലെങ്കിൽ ആ പ്രസൻസ് ഓഫ് സോഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജി സോഴ്സിന്റെ ആബ്സെൻസിൽ ആ എനർജി എങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും? ലോഡ് റെസിസ്റ്ററിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. ദെർഫോർ ഈ രണ്ട് എനർജി സ്റ്റോറേജ് എലമെന്റ്സിന് എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നോർമലി ഒരു സർക്യൂട്ട് എടുത്താല് ടോട്ടൽ എനർജി അസ്യൂംഡ് ബൈ ടോട്ടൽ എനർജി അബ്സോർബ്ഡ് ബൈ ഇൻഡക്ടറും കപ്പാസിറ്ററും നോർമലി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും പവർ ഫാക്ടർ അല്ലെങ്കിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? 90 ആയിരിക്കും. ദെർഫോർ ടോട്ടൽ പവർ അബ്സോർബ്ഡ് എടുത്താല് ആ ടോട്ടൽ പവർ അബ്സോർബ്ഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? പവർ ഫാക്ടറിന് ഡിപ്പെൻഡ് ചെയ്യും. ഒരു സർക്യൂട്ട് എടുത്താൽ ആ സർക്യൂട്ടിൽ അബ്സോർബ് ചെയ്യുന്ന ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? വോൾട്ടേജിന്റെ RMS വാല്യൂ ഉണ്ട്, കറണ്ടിന്റെ RMS വാല്യൂ ഉണ്ട്, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയിരിക്കും. ഈ രണ്ട് സർക്യൂട്ടിലും, ഇൻഡക്ടർ സർക്യൂട്ടിലും കപ്പാസിറ്റർ സർക്യൂട്ടിലും പവർ ഫാക്ടർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ഒരു ഇൻഡക്ടർ എടുത്താല് അവിടുത്തെ കറണ്ട് 90 ഡിഗ്രി ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ആയിരിക്കും. അതുപോലെ ഒരു കപ്പാസിറ്റർ എടുത്താൽ എന്തായിരിക്കും? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആയിരിക്കും. ദെർഫോർ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്തായിരിക്കും? 90 ആയിരിക്കും. ദെർഫോർ ടോട്ടൽ പവർ അബ്സോർബ്ഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഇൻ ദ പ്രസൻസ് ഓഫ് സോഴ്സില് ഈ രണ്ട് ഡിവൈസിനും ഒരു സ്മോൾ ഡിസിപ്പേറ്റീവ് കേപ്പബിലിറ്റി കാണും. അത് എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അന്നേരം ഒരു സർക്യൂട്ടില് ഞാൻ അസ്യൂം ചെയ്യുന്നു റെസിസ്റ്ററും അതുപോലെ ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ദെർഫോർ ഇൻഡക്ടർ എനർജി അബ്സോർബിങ് എലമെന്റ് ആണ്. ആ എനർജി അതെന്ത് ചെയ്യും? മാഗ്നറ്റോസ്റ്റാറ്റിക് എനർജി ആയിട്ട് എന്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ ആ എനർജി ലോഡിന് അക്രോസ് അതെന്ത് ചെയ്യും? ഡെസിപ്പേറ്റും ചെയ്യും. ലോഡിന് അക്രോസ് ഡെലിവറി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദെർഫോർ ഒരു സർക്യൂട്ട് എടുത്താൽ അതിനകത്ത് റെസിസ്റ്റൻസും ഇൻഡക്ടറും ഉണ്ടെങ്കിൽ റെസിസ്റ്റർ ഓൾവേസ് എന്ത് ചെയ്യും? ഹീറ്റ് ആയിട്ട് കൊടുക്കുന്ന എനർജിയെ ഡെസിപ്പേറ്റ് ചെയ്യും. ആ ഹീറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? I² R ഇൻറ്റു ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം ആയിരിക്കും. അല്ലെങ്കിൽ പവർ അബ്സോർബ്ഡ് ബൈ റെസിസ്റ്റർ എന്തായിരിക്കും? I² ഇൻറ്റു R ആയിരിക്കും. I എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും. തീർച്ചയായും ഇൻഡക്ടർ എന്തായിരിക്കും? ഇൻഡക്ടർ സ്റ്റോർ ചെയ്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കും.
സോഴ്സ് റിമൂവ് ചെയ്യുമ്പം ആ എനർജി ലോഡ് റെസിസ്റ്റൻ അക്രോസ് എന്ത് ചെയ്യും, ഡെസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം ഒരു സർക്യൂട്ട് എടുത്താല് ആ സർക്യൂട്ടിന്റെ ടോട്ടൽ ടോട്ടൽ പവർ ഈക്വൽ ടു ഞാൻ എസ് എന്ന് എടുക്കുന്നു. ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ പവർ ഈക്വൽ ടു എസ് എന്ന് എടുക്കുന്നു. ആ ടോട്ടൽ പവർ എസ് ഈസ് ഈക്വൽ ടു ദ പവർ അബ്സോർബ്ഡ് ബൈ റെസിസ്റ്റർ പ്ലസ് ദ പവർ അബ്സോർബ്ഡ് ബൈ ഇൻഡക്ടർ. ഇൻഡക്ടറിന് പകരം കപ്പാസിറ്റർ ആണെങ്കിൽ എന്തായിരിക്കും, എന്താണ്, പവർ ഓഫ് ദ കപ്പാസിറ്റർ ആയിരിക്കും. അന്നേരം ഞാൻ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനില് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്, ദർഫോർ ഈ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ടോട്ടൽ പവർ എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഡ്രോപ്പ് അല്ലെങ്കിൽ പവർ ഡിസിപ്പേറ്റഡ് ബൈ റെസിസ്റ്റൻസ് പ്ലസ് എന്തായിരിക്കും, പവർ അബ്സോർബ്ഡ് ബൈ ഇൻഡക്ടർ ആയിരിക്കും. ആ രണ്ട് ക്വാണ്ടിറ്റിനെ ഞാൻ പി പ്ലസ് ക്യൂ എടുക്കുന്നു. എന്തെന്ന് എടുക്കുന്നു, പി പ്ലസ് ക്യൂ എടുക്കുന്നു. ഇനി ഓർത്തിരിക്കുക, ഒരു ഇൻഡക്ടർ എടുത്താലും അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ എടുത്താലും അതിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരു ഇൻഡക്ടർ എടുത്താൽ അതിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്കറിയാം എക്സ് എൽ ഈക്വൽ ടു എന്തായിരിക്കും, ജെ ഇൻറ്റു ഒമേഗ ഇൻറ്റു എൽ ആയിരിക്കും. വേർ ഒമേഗ ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കും, എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഡക്ടൻസ് ഓഫ് ദ ഇൻഡക്ടർ ആയിരിക്കും. സിമിലർലി ഒരു കപ്പാസിറ്റർ എടുത്താല് കപ്പാസിറ്റി റിയാക്ടൻസിന്റെ വാല്യൂ എന്തായിരിക്കും, മൈനസ് ജെ. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ ഒമേഗ എൽ ആണ് മാഗ്നിറ്റ്യൂഡ്. സിമിലർലി എക്സ് സിയുടെ വാല്യൂ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ ഒമേഗ സി ആണ്. എന്താണ് വാല്യൂ, 1 ഡിവൈഡഡ് ബൈ ഒമേഗ സി ആയിരിക്കും. ഇവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്, ജെക്ക് പകരം മൈനസ് ജെ ആണ്. പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംപ്ലക്സ് ക്വാണ്ടിറ്റിയിൽ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് പണ്ടായിരിക്കും, ഫേസ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ദർഫോർ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി എന്നാണ്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണ്. ദർഫോർ ന്യൂമറേറ്റർ ക്വാണ്ടിറ്റി 90 ഡിഗ്രി ലീഡ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ജെ കൊടുക്കാം. ഇവിടെ എന്താണ്, വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് മൈനസ് ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ആണ്, ഡിനോമിനേറ്ററിലെ കറണ്ട് ആണ് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ജെ കൊടുത്തത്. ഓക്കെ, ഇനി ഈ രണ്ട് കോമ്പണന്റ് വന്നാല് അവിടുത്തെ പവർ എന്തായിരിക്കും, പവർ ഒരു ലീഡിങ് ഓർ ലാഗിങ് ആയിരിക്കും, 90 ഡിഗ്രി ലീഡിങ് ഓർ ലാഗിങ് ആയിരിക്കും. ദർഫോർ ആ പവർ ക്യൂ ആണെന്ന് അസ്യൂം ചെയ്താല്, ഇൻഡക്ടർ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ ക്യൂ ആണെന്ന് അസ്യൂം ചെയ്താല് എനിക്ക് അതിന്റെ കൂടെ എന്തും കൂടെ കൊടുക്കാം, ഒരു ജെയും കൂടെ കൊടുക്കാം. എന്നിട്ട് ഓർത്തിരിക്കുക, ഒരു എ സി സർക്യൂട്ട് എടുത്താല് അവിടുത്തെ ടോട്ടൽ പവർ എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, എ റിയൽ പവർ പ്ലസ് എന്തായിരിക്കും, എ ഇമാജിനറി പവർ ആയിരിക്കും. ആ റിയൽ പവറിനെ നമുക്ക് പറയാം ട്രൂ പവർ എന്ന് പറയാം. റിയൽ പവറിനെ നമുക്ക് എന്തെന്ന് പറയാം, ട്രൂ പവർ എന്ന് പറയാം. ട്രൂ പവർ ഓൾവേസ് എവിടെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ ആയിരിക്കും, റെസിസ്റ്ററിൽ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ ആയിരിക്കും. ദർഫോർ ട്രൂ പവർ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. അത് എന്താണ്, ഓൾവേസ് ഡെസിപ്പേറ്റിംഗ് പവർ ആയിരിക്കും. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, വാട്ട് ആയിരിക്കും. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, വാട്ട് ആയിരിക്കും. തിരിച്ച് ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് ഇൻഡക്ടറിനോ അല്ലെങ്കിൽ കപ്പാസിറ്ററിനോ അക്രോസ് ഉള്ള പവർ ആണ്. ആ പവറിനെ നമുക്ക് പറയാം റിയാക്റ്റീവ് പവർ. എന്തെന്ന് പറയാം, റിയാക്റ്റീവ് പവർ എന്ന് പറയാം. റിയാക്റ്റീവ് പവർ ഓൾവേസ് എന്തായിരിക്കും, ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ആയിരിക്കും. അതിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. എന്താണ്, വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 60 വാട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ആക്റ്റീവ് പവർ ആണ്. ആക്റ്റീവ് പവർ അല്ലെങ്കിൽ അതിനെന്തെന്ന് പറയാം, ട്രൂ പവർ എന്ന് പറയാം. തിരിച്ച് ഇവിടുത്തെ എന്താണ് 80 വോൾട്ട് ആംപിയർ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിയാക്റ്റീവ് പവർ ആയിരിക്കും. അത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പവർ ആയിരിക്കും. ഇവിടുത്തെ എസ് എന്ന് പറഞ്ഞാല് ആക്ച്വൽ പവർ ആണ്. എസ് എന്ന് പറഞ്ഞാല് ആക്ച്വൽ പവർ ആണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയാം അപ്പാരന്റ് പവർ എന്ന് പറയാം. എന്തെന്ന് പറയാം, അപ്പാരന്റ് പവർ എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ ടോട്ടൽ പവർ എന്ന് പറയാം. അപ്പാരന്റ് പവർ ഓർ ടോട്ടൽ പവർ എന്ന് പറയാം. ആ അപ്പാരന്റ് പവർ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആയിരിക്കും. അതൊരിക്കലും പവർ ഫാക്ടറിനെയോ ഇൻഡക്ടൻസിന്റെ വാല്യൂവിനെയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പാരന്റ് പവർ ഓൾവേസ് ഈക്വൽ ടു എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് ദ ടോട്ടൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഓഫ് ദ സർക്യൂട്ട് ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ
യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് ആംപിയർ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വോൾട്ട് ആംപിയറിലാണ് ഒരു ക്വസ്റ്റ്യനിൽ പവർ തരുന്നതെങ്കിൽ ആ പവർ എന്ത് പവർ ആയിരിക്കും? അപ്പാരന്റ് പവർ ആയിരിക്കും. തിരിച്ച് വോൾട്ട് ആംപിയർ റിയാക്റ്റീവിലാ തരുന്നതെങ്കിൽ ആ പവർ എന്തായിരിക്കും? അത് റിയാക്റ്റീവ് പവർ ആയിരിക്കും. വാട്ടിലാണ് തരുന്നതെങ്കിൽ ആ പവർ എന്തായിരിക്കും? ആക്റ്റീവ് പവർ ഓർ എന്തായിരിക്കും? ട്രൂ പവർ ആയിരിക്കും. ദർഫോർ റിയൽ പവർ എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പവർ ആയിരിക്കും. ഇമാജിനറി പവർ എന്തായിരിക്കും? ഇൻഡക്ടൻസിന് അക്രോസ് ഉള്ള പവർ ആയിരിക്കും. അന്നേരം ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, ഒരു സർക്യൂട്ടിലെ ട്രൂ പവർ എന്ന് പറയുന്നത്, വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ട് ആൻഡ് കറണ്ട് ആയിരിക്കും. വോൾട്ടേജിന്റെ കറണ്ടിന്റെ ഇടയിലുള്ള ആംഗിളിന്റെ കൊസൈൻ ഓഫ് ആംഗിൾ ആയിരിക്കും എന്ത്? ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. തിരിച്ച് റിയാക്റ്റീവ് പവർ ക്യൂ എന്ന് പറയുന്നത് വി ആർ എം എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ആർ എം എസ് മൾട്ടിപ്ലൈഡ് വിത്ത് കൊസൈന് പകരം സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയിരിക്കും. തിരിച്ച് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ജസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആർ എം എസ്, വി ആർ എം എസ് ആൻഡ് എന്തായിരിക്കും? ഐ ആർ എം എസ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ആയിരിക്കും. തിരിച്ച് ആക്റ്റീവ് പവർ ഈക്വൽ ടു എന്തായിരിക്കും? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ആയിരിക്കും. എന്താണ് റിയാക്റ്റീവ് പവർ ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു സൈൻ ഫൈ ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷനിലാണ് ആര് വരുന്നത്? കൊസൈൻ ഓഫ് ആംഗിൾ വരുന്നത്. ഓർത്തിരിക്കുക, ഒരു സർക്യൂട്ടിലെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊസൈൻ ഓഫ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കൊസൈൻ ഓഫ് ദ ഫേസ് ഡിഫറൻസ് ആയിരിക്കും. ദർഫോർ നമുക്ക് പറയാം പി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു എന്തായിരിക്കും? കൊസൈൻ ഓഫ് ആംഗിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം പി ഈക്വൽ ടു എന്താണെന്ന് പറയാം? അപ്പാരന്റ് പവർ ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ആണെന്ന് പറയാം. ദർഫോർ കൊസൈൻ ഓഫ് ആംഗിൾ ഈക്വൽ ടു എന്തായിരിക്കും? ദ ട്രൂ പവർ അല്ലെങ്കിൽ ദ ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ ആയിരിക്കും. അന്നേരം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്? ആക്റ്റീവ് പവർ 60 വാട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന 60 വാട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്റ്റീവ് പവർ ആയിരിക്കും. ഓക്കെ, തിരിച്ച് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 80 വോൾട്ട് ആംപിയർ റിയാക്ടൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? 80 വോൾട്ട് ആംപിയർ റിയാക്ടൻസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ ആയിരിക്കും. പക്ഷെ എന്ത് തന്നിട്ടില്ല? അപ്പാരന്റ് പവർ എസ് തന്നിട്ടില്ല. ദർഫോർ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ എസിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു പി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പി എന്ന് പറഞ്ഞാല് വി ആർ എം എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ആർ എം എസ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? കോസ് ഫൈ ആയിരിക്കും. സിമിലർലി റിയാക്റ്റീവ് പവർ ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ആർ എം എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ആർ എം എസ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയിരിക്കും. ഞാൻ ഈ രണ്ട് ഇക്വേഷനെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നു. എന്താണ്? രണ്ട് ഇക്വേഷന്റെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നു. ദർഫോർ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് പിയുടെ സ്ക്വയർ ഈക്വൽ ടു വി ആർ എം എസ് സ്ക്വയർ ഐ ആർ എം എസ് സ്ക്വയർ കോസിന്റെ സ്ക്വയർ എന്തായിട്ട് മാറും? കോസ് സ്ക്വയർ ഫൈ ആയിട്ട് മാറും. രണ്ടാമത്തെ ക്യൂന്റെ സ്ക്വയർ എന്തായിട്ട് മാറും? വി ആർ എം എസ് സ്ക്വയർ ഐ ആർ എം എസ് സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ആയിട്ട് മാറും. രണ്ട് ഇക്വേഷനിലും ആര് കോമൺ ആണ്? വി ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ഐ ആർ എം എസ് സ്ക്വയർ കോമൺ ആണ്. ദർഫോർ ബ്രാക്കറ്റിലകത്ത് നമുക്ക് എന്ത് കിട്ടും? കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ കിട്ടും. ട്രിഗണോമെട്രിയിൽ നമുക്കറിയാം ഒരു സെയിം ആംഗിളിന്റെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്തായിരിക്കും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഓൾവേസ് 1 ആയിരിക്കും. ദർഫോർ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ വി ആർ എം എസ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ആർ എം എസ് സ്ക്വയർ ആയിട്ട് മാറും. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ എം എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ ആർ എം എസ് ആണ്. അവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു സർക്യൂട്ടില് ആംഗിളിന് ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരേ ഒരു പവറേ ഉള്ളൂ. അത് ഏത് പവർ ആയിരിക്കും? ടോട്ടൽ പവർ അല്ലെങ്കിൽ അപ്പാരന്റ് പവർ ആയിരിക്കും. ദർഫോർ ഇവിടുത്തെ വി ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ഐ ആർ എം എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പാരന്റ് പവറിന്റെ സ്ക്വയർ ആണ്. ദർഫോർ അപ്പാരന്റ് പവർ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ്
സ്ക്വയർ റൂട്ട് ഓഫ് ആക്റ്റീവ് പവർ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും റിയാക്റ്റീവ് പവർ സ്ക്വയർ ആയിരിക്കും. ഇത് വളരെ സിമ്പിൾ ആണ്, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാം ഏതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇസഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇസഡിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് എന്തായിരിക്കും ഇമാജിനറി പാർട്ട് സ്ക്വയർ ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എന്തായിരിക്കും വൈ സ്ക്വയർ ആയിരിക്കും. ദർഫോർ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പി സി എന്താണ് കോസ് ഫൈ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ പി ഡിവൈഡഡ് ബൈ എസ് ആണ്. ദർഫോർ അത് എന്തായിട്ട് മാറും 60 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 60 സ്ക്വയർ പ്ലസ് എന്തായിട്ട് മാറും 80 സ്ക്വയർ ആയിട്ട് മാറും. എന്തായിട്ട് മാറും 60 ഡിവൈഡഡ് ബൈ 60 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ ആയിട്ട് മാറും. അത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ച് നോക്കുക. ഇനി ഓർത്തിരിക്കുക 4 ഓപ്ഷൻസിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ എല്ലാ ഓപ്ഷനും എന്ത് തന്നെയാണ് ലാഗ് തന്നെയാണ്. കാരണം ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഓൾവേസ് പവർ ഫാക്ടർ എന്തായിരിക്കും ലാഗിങ് ആയിരിക്കും. കാരണം വോൾട്ടേജ് ഓൾവേസ് എന്തായിരിക്കും ലീഡ്സ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി ആയിരിക്കും. അന്നേരം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അന്നേരം ഓർത്തിരിക്കുക ഒരു സർക്യൂട്ടിലെ അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാല് ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ആയിരിക്കും. റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് ആംപിയർ റിയാക്ടൻസ്. തിരിച്ച് ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും ജസ്റ്റ് വാട്ട് ആയിരിക്കും. വോൾട്ട് ആംപിയർ എന്ന് പറയുന്നത് അപ്പാരന്റ് പവറിന്റെ യൂണിറ്റ് ആയിരിക്കും. അപ്പാരന്റ് പവർ ആയിരിക്കും ഒരു എ സി സർക്യൂട്ടിലെ ടോട്ടൽ പവർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു റെസിസ്റ്ററില് ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ ആയിരിക്കും. തിരിച്ച് റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇൻഡക്ടൻസിലോ അല്ലെങ്കിൽ കപ്പാസിറ്റൻസിലോ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ ആയിരിക്കും.